നമ്മുടെ നിരത്തുകളിൽ അപകടങ്ങൾ സർവ്വസാധാരണമാണ്. പലപ്പോഴും ഒരു ഹൈ വെലോസിറ്റി ആക്സിഡൻറ്റിന് ശേഷം രോഗിയെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഡിസബിലിറ്റി അല്ലെങ്കിൽ അംഗവൈകല്യത്തിലേക്ക് തള്ളിവിടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നട്ടെല്ലിനോ സുഷുമ്ന നാഡിക്കോ സംഭവിക്കുന്ന ക്ഷതങ്ങളാണ്. രോഗിയെ അപകട സ്ഥലത്ത് നിന്നും ആശുപത്രിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു രണ്ടാമത്തെ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ആക്സിഡൻറ്റിനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ശരത് ഹരിദാസ്, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, അഹല്യ ഡയബറ്റിസ് ഹോസ്പിറ്റൽ, പാലക്കാട്. ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ സഞ്ചരിക്കുന്ന വാഹനം വീണ്ടും ഒരു അപകടത്തിൽപ്പെടുന്നതിനെ പറ്റിയല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. നട്ടലിന് പരിക്കേറ്റിട്ടുള്ള ഒരു രോഗിയെ അശാസ്ത്രീയമായി സംഭവ സ്ഥലത്ത് നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് പ്രസ്തുത ഇഞ്ചുറി വർദ്ധിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. കശേരുക്കൾക്കുണ്ടാകുന്ന ഈ പൊട്ടൽ ഒരു പക്ഷേ അൺസ്റ്റേബിൾ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുമൂലം രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ ഈ പൊട്ടിയ അസ്ഥികൾ തെന്നി മാറുകയും ഉള്ളിലുള്ള സുഷുമ്ന നാഡിക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപകടം സംഭവിച്ച രോഗിയെ ഈ രീതിയിലോ അല്ലെങ്കിൽ ഈ രീതിയിലോ ഷിഫ്റ്റ് ചെയ്യുന്നത് മൂലം ഇത് സംഭവിക്കാം. അപകട സ്ഥലത്തു നിന്നും ഒരു രോഗിയെ എങ്ങനെ ശാസ്ത്രീയമായി ഷിഫ്റ്റ് ചെയ്യാം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഹൈ വെലോസിറ്റി ആക്സിഡൻറ്റിന് ശേഷം ഒരു സ്പൈനൽ ഇഞ്ചുറി ഇല്ല എന്ന് സ്ഥിരീകരിക്കുന്നതുവരെ എല്ലാ രോഗികളെയും ഒരു നട്ടലിന് ക്ഷതമേറ്റിട്ടുള്ള രോഗിയെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമതായി, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടാവുന്നതാണ്. അടുത്തുള്ള ആശുപത്രികളിൽ ഒരു ട്രോമ കെയർ സംവിധാനം നിലവിലുണ്ടെങ്കിൽ അവിടെയുള്ള വിദഗ്ധരുടെ സേവനം നിങ്ങൾക്ക് ആശ്രയിക്കാം. ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ലഭിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ രോഗിയെ ലോഗ് റോളിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ലോഗ് റോളിംഗ് ചെയ്യുന്നതിന് 4 പേരുടെ സഹായം ആവശ്യമാണ്. ഒന്നാമത്തെ ആൾ രോഗിയുടെ തലയും കഴുത്തും സ്റ്റെബിലൈസ് ചെയ്യുകയും, രണ്ടാമത്തെ ആൾ അപ്പർ ബോഡി, മൂന്നാമത്തെ ആൾ ഇടുപ്പ്, നാലാമത്തെ ആൾ കാല് തുടങ്ങിയ ഭാഗങ്ങൾ സ്റ്റെബിലൈസ് ചെയ്ത് രോഗിയെ ഒരൊറ്റ യൂണിറ്റായി ഒരു വശത്തേക്ക് ചെരിച്ച് സ്പൈൻ ബോർഡോ അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു പലകയോ വെച്ച് രോഗിയെ ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത തവണ ഒരു രോഗിയെ അപകട സ്ഥലത്ത് നിന്നും ഷിഫ്റ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. അതുവഴി ഒരു രണ്ടാമത്തെ ആക്സിഡൻറ്റ് ഉണ്ടാവാതെ തടുക്കാവുന്നതാണ്.